ഉടുപ്പ് തയ്ക്കാൻ ആവശ്യമുള്ള മെഷർമെൻറ്റ്സ് എങ്ങനെ എടുക്കണ്ടേ എന്നുള്ളതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഈ മെഷർമെൻറ്റ്സ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഉടുപ്പ് തയ്ക്കാമെന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ടോപ്പ് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അതിനുവേണ്ടി ഇങ്ങനെ 2 പീസ് തുണിയെടുത്ത് രണ്ടായിട്ട് മടക്കിയിടുക. നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് കഴിയുമ്പം ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് നമ്മളുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് എത്ര വേണോ അതിനേക്കാളും കുറച്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. 5.5 ആയിരുന്നു എനിക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 7 എടുത്തിട്ടുണ്ട്. ഇറക്കം എന്ന് പറയുന്നത് നമ്മളുടെ ടോപ്പ് പാർട്ടിൻ്റെ ലെങ്ത്ത് എന്തോരം വേണോ അത്ര എടുക്കുക. 7 ഇഞ്ചാണ് എനിക്കിവിടെ മെഷർമെൻറ്റ് വേണ്ടത്. അപ്പോൾ ഞാൻ 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഓരോ മെഷർമെൻറ്റ്സും ഇതിലോട്ട് മാർക്ക് ചെയ്ത് തുടങ്ങാം. നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മടക്കിയിട്ട പോയിന്റിൽ നിന്ന് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ആദ്യം നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്യാം. കഴുത്ത് 2 ഇഞ്ച് അത് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്കിനി ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഫ്രണ്ടിലത്തെ കഴുത്തിന് 3 ഇഞ്ച് ഇറക്കവും ബാക്കിലത്തെ കഴുത്തിന് 2 ഇഞ്ച് ഇറക്കമാണ് എടുക്കുന്നത്. യു ഷേപ്പിലുള്ള കഴുത്താണ് ഇപ്പോൾ തയ്ക്കാൻ പോകുന്നത് നമ്മൾ. അടുത്തത് നമുക്ക് ഷോൾഡർ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. 2 ഇഞ്ചാണ് നമ്മളിപ്പോൾ കഴുത്ത് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്നൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ആം ഹോള് 4 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യാം. അടുത്തത് നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ആം ഹോള് 4 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെയാണ് 5.5 ഇഞ്ച് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്ന ചെസ്റ്റ് മെഷർമെൻറ്റ്. അപ്പോൾ നമ്മൾ മടക്കിയിട്ട് ആ തുമ്പിയിൽ നിന്ന് റൈറ്റിലോട്ട് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അടുത്ത വേസ്റ്റ് മെഷർമെൻറ്റ് ഇതുപോലെ തന്നെ 5.5 ഇഞ്ച് അത് ഏറ്റവും അടിയിൽ ആയിട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് വരച്ചു വെക്കാം. നമുക്ക് കൈക്കുഴി ജോയിൻ ചെയ്യാനായിട്ട് ആം ഹോള് 4 ഇഞ്ച് താഴോട്ട് വരച്ചതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കേർവ് ചെയ്ത് വരച്ചെടുക്കാം. നമ്മളിനി ഷോൾഡർ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് താഴ്ത്തി സ്ലോപ്പായിട്ട് മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത്രയും മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. കഴുത്തിൻ്റെ അവിടെ കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്ക് കഴുത്ത് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക. അതിനുശേഷം 2 തുണിയും സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ട് വേണം ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്യാനായിട്ട്. ബാക്കിലിനി കൊളുത്ത് വെച്ച് കൊടുക്കാനായിട്ട് ബാക്കിലത്തെ പീസ് എടുത്തിനി നമുക്ക് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിടാം. അതിനുശേഷം സെൻറ്റർ വരുന്ന പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 2 ഇഞ്ച് ഇറക്കത്തിൽ നമുക്ക് ബാക്കിലെ ഓപ്പണിങ് കൊളുത്ത് വെക്കാനുള്ള ഓപ്പണിങ് കൊടുക്കാം. അതിപ്പം കഴുത്ത് കിടക്കുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്കത് എത്ര വേണമെന്ന് വെച്ചാൽ ബാക്കിലോട്ട് ഇറക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. ഈ കൊളുത്ത് വെക്കേണ്ട ഭാഗം അതിനുവേണ്ടി ഒരു റെക്റ്റാങ്കിൾ പീസിലൊരു തുണി എടുത്തിട്ട് നല്ല വശത്ത് വെക്കുക. അതിനുശേഷം ചീത്ത വശത്ത് ബാക്ക് സൈഡിൽ ഇപ്പം നമ്മൾ കട്ട് ചെയ്തതിൻ്റെ അരിക് ചേർത്ത് വി ഷേപ്പിൽ അടിച്ചെടുക്കുക. ഞാനിതിപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നടുവിൽ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കോർണർ എത്തുമ്പോൾ സ്റ്റിച്ചിൽ കയറാതെ ചേർത്ത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്കിനി അകത്തോട്ട് മടക്കിയിട്ടിട്ട് കോർണറിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തെടുക്കാം. ഇനി ടോപ്പ് പാർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെക്കുക. നല്ല വശങ്ങൾ രണ്ടും ഫേസ് ടു ഫേസ് ആയിട്ട് വരണം. എന്നിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഇപ്പോൾ ഞാൻ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈയുടെ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി 1.5 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ 2 പീസ് തുണി എടുക്കുക. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് നമ്മുടെ കൈക്കുഴിയുടെ ചുറ്റും വെച്ച് കൊടുക്കാൻ പാകത്തിന് നീളം വേണം. അപ്പോൾ അതൊന്ന് മെഷർ ചെയ്തെടുത്തിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് കൈക്കുഴിയുടെ അവിടെ ഇങ്ങനെ വെച്ചിട്ട് സൈഡ് ചേർത്ത് അടിച്ചു കൊടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്കിനി ഇത് അകത്തോട്ട് വെച്ചടിക്കണം. അതിന് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ അകത്ത് ജസ്റ്റ് കട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ അകത്തോട്ട് മടക്കി നമുക്ക് ബോർഡറിൽ കൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കാം.
നമുക്ക് കഴുത്തിന് ഫ്രില്ല് വെച്ച് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് 2.5 ഇഞ്ച് വീതിയാണുള്ളത്. അതുപോലെ 33 ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട്. നമ്മുടെ ബോട്ടം പാർട്ട്, സ്കേർട്ടിൻ്റെ പാർട്ട് കട്ട് ചെയ്തതിൻ്റെ ബോർഡർ വന്നത് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയൊന്ന് ഒരു വശം മടക്കി അടിച്ചെടുക്കാം, ഇങ്ങനെ രണ്ടായിട്ട്. ഞാനിതിൻ്റെ ഒരു സൈഡും മടക്കി അടിച്ചിട്ടുണ്ട്, അതുപോലെ 2 അറ്റങ്ങളും ഇതുപോലെ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ എളുപ്പത്തിനായിട്ട് വലിയ ഇഴയിൽ ഒരു സ്റ്റിച്ച് മുകളിലത്തെ ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു നൂലെ പിടിച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്കിങ്ങനെ ചെറിയ ചെറിയ ഞൊറിവുകളായിട്ട് കിട്ടും. അങ്ങനെ ഫുള്ള് വലിച്ച് എടുക്കുക, ഞൊറിവുകളാക്കി. നമുക്കിനി ഈ ഫ്ലെയർ കഴുത്തിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് കഴുത്തിൻ്റെ ചീത്ത വശത്ത് നമ്മളിപ്പോൾ തയ്ച്ച ഫ്ലെയറിൻ്റെ നല്ല വശം ഫേസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഫ്ലെയർ കഴുത്തിന് ചുറ്റും വെച്ച് നോക്കുക. അപ്പം നീളം വ്യത്യാസം ഉണ്ടെങ്കിൽ നൂല് വലിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ബോർഡറിൽ കൂടെ അരികെ ചേർത്ത് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ബോർഡറിൽ കൂടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കതിന് അകത്തോട്ട് തിരിച്ചിടാം. അതായത് ഫ്രണ്ടിലോട്ടായിട്ട് വരും ഫ്ലെയർ. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും ഫ്ലെയർ തയ്ച്ച് കഴിയുമ്പം. ഇനി നമുക്ക് 2 അരികും സൈഡുകൾ 2ഉം അടിക്കാം. അതിന് നല്ല വശങ്ങൾ അകത്തോട്ട് വരുന്ന രീതിയിൽ മടക്കുക. അതിനുശേഷം സൈഡ് അടിച്ചെടുക്കുക. ഇനി നമുക്ക് താഴോട്ടുള്ള ഭാഗം തയ്ക്കാം. അതിന് വേണ്ടി ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിന് ഇറക്കം ഞാൻ 12 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. നമ്മൾ നേരത്തെ എത്ര മെഷർ ചെയ്തോ അത്ര എടുത്തിട്ടുണ്ട്. പിന്നെ വീതി 34 ഇഞ്ച്. ഇതിപ്പോൾ 2ആയിട്ട് മടക്കിയിട്ടേക്കുന്ന തുണിയാണ്. ഇത് ഇങ്ങനെ എടുത്ത ശേഷം നമുക്ക് ഒരു സൈഡ് അകത്തോട്ട് മടക്കി അടിച്ചെടുക്കാം. അതിനുശേഷം മുകളിൽ ചെറിയ ചെറിയ ഞൊറിവുകൾ ഇടുന്നതിന് വേണ്ടി അകലത്തിലുള്ള ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്ലെയർ തയ്ച്ചപ്പോൾ ഇട്ട് കൊടുത്ത പോലെ തന്നെ. ഇവിടെ ഇപ്പം ഞാൻ ഒരു സൈഡ് അകത്തോട്ട് മടക്കി അടിച്ചിട്ടുണ്ട്, മറ്റേ സൈഡിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നൂലിൽ പിടിച്ച് വലിച്ച് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയ ഞൊറിവുകൾ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം അത് ടോപ്പ് പാർട്ടിലോട്ട് അറ്റാച്ച് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് ടോപ്പ് പാർട്ടിലോട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശവും നമ്മുടെ സ്കേർട്ടിൻ്റെ നല്ല വശവും ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ വെക്കുക. അതിനുശേഷം ബോർഡറിൽ കൂടെ അടിച്ചു കൊടുത്തെടുക്കുക. സ്കേർട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് സ്കേർട്ടിൻ്റെ 2 എൻഡുകളും ജോയിൻ ചെയ്തതിന് ശേഷം വേണം മുകളിലോട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട്. അടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് നമ്മളിങ്ങനെ നൂല് വലിച്ച് ഫ്രില്ലിട്ട് ഞൊറിയിട്ട് കൊടുത്ത ശേഷമുള്ള വണ്ണവും നമ്മുടെ ടോപ്പ് പാർട്ടിൻ്റെ അടിയിലത്തെ വേസ്റ്റിൻ്റെ വണ്ണവും സെയിം ആയിട്ടുണ്ടാവണം. ഞാനിപ്പോൾ ഇത് അങ്ങനെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കൊളുത്തും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് റെഡിയായി. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫ്രോക്കാണ്. കുട്ടികൾ ഇതിട്ടാലും നല്ല രസമുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.